പാപ്പു, എടി പാപ്പുവിനെ കണ്ടോ? ഇതെന്താ ഇത്രയും ചില്ലറ പൈസ? നീ ബെഗറായിട്ട് പോകുന്നുണ്ടോ? എടി പിച്ചെടുക്കാൻ പോലുണ്ടോന്നു? എന്നെ കൊണ്ട് വെറുതെ നിന്റെ ഫോട്ടോയിൽ മാല ഇടിപ്പിക്കരുത്. ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചല്ലേ. എന്നാ ആ സിറ്റി ഒന്നും ഇവിടെ വേണ്ട. എന്നാ പറ, ഇതിപ്പോ എവിടെ നിന്ന് ഇത്രയും ചില്ലറ പൈസ? എന്റെ സേവിങ്സാ. എന്തിനിപ്പോ ചിരിക്കുന്ന? ഗ്രോപ്പ് ഗേൾ, ഇവിടെ ഓരോരുത്തർ ലക്ഷങ്ങൾ ഉണ്ടാക്കുക, അതിനിടയിൽ നീ ഇവിടെ ചില്ലറ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് പറഞ്ഞു. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞുടങ്ങി പിന്നെ കളിയാക്കാൻ നിൽക്കുന്ന എന്തിനാ? ഓ നിക്ക്, ലെറ്റ് മീ തിങ്ക്. നമുക്ക് അല്ല, നിനക്ക് സ്മോൾ സ്കെയിൽ ബിസിനസ് എന്തെങ്കിലും നോക്കിക്കൂടെ? സ്കെയില് മാത്രമൊക്കെ ആയിട്ട് ഇപ്പൊ ആര് വാങ്ങിക്കാനാ? വാങ്ങിക്കുകയാണെങ്കിൽ ജോമെട്രി ബോക്സ് മൊത്തമല്ലേ വാങ്ങിക്കുള്ളൂ. അത് മാത്രമല്ല സ്കൂളൊക്കെ തുറന്നിട്ട് ഇപ്പൊ അത്യാവശ്യം ദിവസങ്ങളായില്ലേ. എന്ത് എടി മണ്ടി, സ്മോൾ സ്കെയിൽ ബിസിനസ്, ചെറുകിട വ്യവസായം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറ, ഇപ്പൊ മനസ്സിലായി. അതന്നെ, അങ്ങനെ വല്ലതും തുടങ്ങിക്കൂടെ? അങ്ങനെ ഇപ്പൊ എന്ത് തുടങ്ങാനാ? അതിപ്പോ നിന്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നീ എന്തേലും ആലോചിക്കണം. എന്തേലും ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഓ, ഇത് വെച്ച് മുട്ടസൂചി ബിസിനസ് പോലും ആലോചിക്കാൻ നമുക്ക് പറ്റില്ല. എന്നാ പിന്നെ പൈസ ഒന്നും ചെലവാവാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ പറഞ്ഞ എൻ്റെ പൈസ അങ്ങോട്ട് പോവുകയും ചെയ്യരുത്, എന്ന് എനിക്ക് കുറെ പൈസ കിട്ടുകയും വേണം. അങ്ങനെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വലിയ തേങ്ങ, മാങ്ങ, ചക്ക ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാലോ? അല്ലേ അതിലും നല്ലൊരു ഐഡിയ ഉണ്ട്. ഈ പാട്ട ബോട്ടിലൊക്കെ കിട്ടൂലേ റോട്ടിന്ന്, അതൊക്കെ പെറുക്കി വിറ്റാലോ? സ്ക്രാപ്പ് ബിസിനസ്. നീ എന്തേ പറഞ്ഞ? എന്റെ ലുക്ക് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ ഇതൊക്കെ? ആൾക്കാരെന്താ പറയും? എടി നീ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുവാണോ? ഈ ആറ്റിറ്റ്യൂഡാണ് മാറ്റേണ്ടത്. എടി ഇപ്പത്തെ കോടീശ്വരന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ ലോ ഇതിന്ന് തുടങ്ങിയതാ, മനസ്സിലായോ? സ്ക്രാപ്പ് ബിസിനസ് എന്താ നല്ലതല്ലേ? നീ ഇങ്ങനെ ഓരോ ജോലിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഇങ്ങനെ വല്ലതും നോക്ക്. അല്ല, നിനക്കെന്താ ജോലി? എനിക്കെന്തിനാ ജോലി? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പൈസ ഉണ്ട്, പിന്നെ ഞാൻ എന്തിനു ജോലിക്ക് പോകുന്നു? അതെ, പാപ്പ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയിന്ന് പറഞ്ഞേക്ക്. ഓക്കെ? ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണോ? ശശികുട്ടോ, ശശികുട്ടാ, ഇറങ്ങി വാ. അവ ഇവിടെ ഒന്നുമില്ല. എന്ത് പോസ്? ഞാൻ കണ്ടതാ, കറുകറാന്ന് കറുത്തിട്ടൊരു പാറ്റ കേറി പോണത്. പോപ്സ് ശരിക്കും നോക്കാനിട്ടാ. അതാണെങ്കിൽ ശുചിക്കുട്ടൻ തന്നെ. അവനെ ഇതിൽ നന്നായിട്ട് നോക്കാൻ വേറെ ആർക്കും പറ്റില്ല. പിന്നെ വെറും ഒരു പാറ്റയില്ലേ, അതിനെ കണ്ടിട്ട് നീ എന്തിന് ഇത്രയും പാനിക്കാവണത്? പോപ്സ് എന്താ സിമ്പിൾ ആയിട്ടായി പറയുന്നേ? ഈ പാറ്റൊക്കെ കേറി ഇറങ്ങിയ ഫ്രൂട്ട്സും ഭക്ഷണമൊക്കെയാണോ നമ്മളെടുത്ത് കഴിക്കുക? അത് കൊള്ളാമല്ല. നീ കഴിഞ്ഞ ആഴ്ച ഇതിനകത്തിരുന്ന ചിക്കൻ അല്ലേ പൊരിച്ചടിച്ചത്? അതിനൊരു കുഴപ്പമില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഒരു പാറ്റ, ചെറിയൊരു പാറ്റയല്ലേ അത്? പിന്നെ എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്, ഞാൻ പോവുകയാണ്. മെയിൻ ഒരു കാര്യം, ആ പാറ്റയെ കണ്ട കൊല്ലരുത്. ഞാൻ അവരിലാണ് എൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അത് ശരി. അപ്പൊ പോപ്സ് ആണല്ലോ ഇതിനൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത്? ആണ്. അതെല്ലാം എൻ്റെ പെറ്റ്സാണ്. ഞാൻ പട്ടിക്കും പൂച്ചയ്ക്കും ആർക്കും കൊടുക്കാതെ വളർത്തുന്ന സാധനങ്ങളാണ്. എന്തിനാണെന്ന് അറിയാവോ? എൻ്റെ മരുന്നുകൾ പരീക്ഷിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ശുചിക്കുട്ടൻ എത്ര മരുന്ന് അടിച്ച് കയറ്റിയാൽ അവൻ ജില്ലല നിൽക്കും, അറിയാവോ? അപ്പാ, ഈ പറമ്പിൽ പ്ലാവുണ്ടോ? പ്ലാവില്ല. അപ്പുറത്ത് മുക്കിലൊരു മാവ് നിൽപ്പുണ്ട്, അതിന് മാങ്ങയൊന്നുമില്ല. ഇനിയിപ്പോൾ നിനക്ക് അതിൽ നിന്ന് മാങ്ങ അടുത്ത് തിന്നണമെന്നുണ്ടെങ്കിൽ നീ കടയിൽ പോയിട്ട് കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ട് ആ മാവിൽ കൊണ്ട് ഇങ്ങനെ ഒട്ടി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് തിന്നാൽ മതി. ചിരി വരുന്നില്ലല്ലേ? അല്ലെങ്കിലും നിലവാരമുള്ള തമാശ കേട്ടാൽ നിങ്ങൾക്കൊന്നും ചിരി വരില്ലല്ലോ. കോമഡി ഇഷ്ടമല്ല. ഇനി നിങ്ങളെന്തെങ്കിലും തമാശ പറയുമല്ലോ, അപ്പോഴും ഞാനും ചിരിക്കില്ല. എനിക്ക് എന്തിനാ പ്ലാവ്? തൂങ്ങിച്ചാവുന്നല്ലോ പ്ലാൻ ഉണ്ടാ? നിന്നെ തൂക്കിക്കൊല്ലേ? വാടി, എന്നെ തൂക്കിക്കൊല്ലാണ്ട് വായോ. ഞാൻ അവിടെ നിന്ന് തരാം. എന്തീന്ന് നോക്കണ്? കയറന്വേഷിക്കാണോ?
എന്റെ പപ്പനാണ് പറയണത്. കത്തി താഴെ ഇടുക. ചേടാ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആടി നിനക്ക് എന്നെ കൊന്നിട്ട് എന്റെ ശവത്തിൽ കയറിയിട്ടാണല്ലോ ജീവിക്കാൻ. എന്തിനാണ് ലച്ചു ബാബുവിനെ കൊല്ലാൻ പോണത്? ഞാനെപ്പോഴാ കൊന്നത്? ദേ, ഇപ്പൊ അന്ന് പറ നീ എന്തിനാ കത്തെടുത്തത്? ചക്ക വെട്ടാൻ. ചക്ക വെട്ടാനാ? അതിന് ചക്ക എവിടെ? അത് ഞാൻ കണ്ടുപിടിക്കുന്നേ. ചക്ക എന്തിനു കണ്ടുപിടിക്കണത്? അത് എല്ലാവർക്കും അറിയാന്നുള്ള സാധനമല്ലേ? എന്റെ പൊന്നു അപ്പം പോയെ. എനിക്ക് ചക്ക വെച്ച് ഒരുപാട് പ്ലാൻ തന്നെ ഇവിടെ ചെയ്യാൻ വേണ്ടിട്ടല്ല. കടല ചക്ക കൊണ്ട് ചക്ക പുഴുക്കല്ലേ ഉണ്ടാക്കാൻ പറ്റൂ, അല്ലാതെ പ്ലാനൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ? അതെ, ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഒന്ന് ചിരിച്ച് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അല്ല അവൾക്ക് ഇങ്ങനെ ചക്ക എന്തോ ഉടായിപ്പുണ്ട്. പാപ്പു സ്റ്റോപ്പ്. പാപ്പു എവിടെ പോകുന്നു? ഞാൻ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാ പോപ്സ്. എന്ത് സാധനം? അതെന്റെ കുറച്ച് പേഴ്സണൽ തിങ്സാ. എന്ത് പറ്റി? പാപ്പു സിഗരറ്റ് വലിക്കാറുണ്ടോ? നിന്റെ റൂമിൻ്റെ അവിടെ വരുമ്പോൾ സിഗരറ്റിൻ്റെ സ്മെല്ല് വരാറുണ്ടല്ലോ. ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ല പോപ്സ്. അങ്ങനെയുള്ള ദുശീലം ഇല്ലാഞ്ഞിട്ടാണോ എൻ്റെ മദ്യക്കുപ്പി നീയും കുഞ്ഞിയും കൂടെ എടുത്ത് കുടിച്ചത്? അത് കുഞ്ഞി അന്ന് എന്തോ ബ്ലഡ് ഉണ്ടാവാനുള്ള ടോണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നപ്പോൾ അറിയാണ്ട് കുടിച്ചു പോയതാ. അല്ലാതെ എനിക്ക് അങ്ങനെ ശീലങ്ങളൊന്നുമില്ല. എന്തിനാ പോപ്സ് ഇങ്ങനെ വെറുതെ കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളെ പറ്റി തോന്നിയ പറയണം? എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നീ ഈ പറയുന്നതെല്ലാം നുണയല്ല എന്ന് ആർക്കറിയാം? കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളെ പറ്റി ഇങ്ങനെ തോന്നിയാസം പറയരുതിട്ടോ പോപ്സ്. പോപ്സിനെ പാമ്പ് കടിക്കും. അടിച്ച് പിറ്റാലും പറഞ്ഞ് എന്നെ കടിക്കുകയും ചെയ്യുമോ? നീ പറയണ ഒന്നും എനിക്ക് വിശ്വാസമില്ല. പോപ്സിന് വട്ട. ആർക്കടി വെട്ട്? ആർക്കടി വെട്ട? പോപ്സിന് അല്ലാണ്ട് ഇങ്ങനെ നൂലില്ലാത്ത സൂചി വെച്ച് ഷർട്ട് തുന്നിക്കൊണ്ടിരിക്കൂ. അയ്യോ, പോപ്സ് ഗുളിക കഴിച്ചില്ല അല്ലേ? ഇതിലുള്ള നൂലോടെ പോയി. ഞാൻ ഇത് കോർത്തതാണല്ലോ. കഴിഞ്ഞ ആഴ്ച മറ്റോ അല്ലായിരിക്കും കോർത്തത്. പോപ്സ് പോയി ഗുളിക കഴിക്കി. അതെന്തിനാ ഇങ്ങനെ മുടക്കണത്? അതെനിക്കറിയാം. എവിടെ പോണെന്ന് പറഞ്ഞില്ലേ? എന്നാ പോ. ഇതെവിടുന്ന് ചക്ക? അത് അപ്പുറത്ത് മാറി ഒരു വീട്ടിൽ നിന്ന് ഒരു ആന്റി തന്നതാ. അത് കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ ഇതിന്റെ അരക്കോ മണം അങ്ങനെ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടല്ല. അതാ പപ്പ ഒന്ന് പിടിച്ചേ. പപ്പ കയ്യിന്ന് പോവാം. പപ്പ പിടി. പപ്പ എന്താ ആലോചിക്കുന്നത്? ഈ ചക്ക ശരിക്കും ഒരു ആന്റി ഫ്രീ ആയിട്ടാന്ന്, അല്ലാണ്ട് ഞാൻ അടിച്ചു മാറ്റിയൊന്നുമല്ല. ഞാൻ ചക്കയും കുക്കയൊന്നും അല്ല ആലോചിച്ചിരുന്നത്. എന്നാ ഈ സൂചിക്കകത്ത് ഞാനൊരു നൂല് കോർത്തിരുന്നു. അതിപ്പോ കാണാനില്ല. അതെവിടെ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണൂലേ? അതെ, നീ എന്നെ സൂക്ഷിച്ചു നോക്കിയേ. ഇപ്പൊ എന്നെ കണ്ടാലേ ഒരാഴ്ചയായി ഗുളിക കഴിക്കാത്ത ആളായിട്ട് തോന്നുന്നു. ഇത്രയും നേരം സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയില്ല. പക്ഷെ പപ്പ ഇങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പപ്പ എന്താ മരുന്ന് കഴിക്കാത്ത? ഒരാഴ്ചയായിട്ട് മരുന്ന് കഴിച്ചില്ലേ? മരുന്ന് വേണ്ടേ? ഗുളിക ഉണ്ടെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ. അതെ, അതിനൊക്കെ മുടിഞ്ഞ വിലയാണ്. അതുകൊണ്ട് ഞാനിപ്പോ വാങ്ങിക്കാറൊന്നുമില്ല. കഴിക്കണം.
അത് പോട്ട്. ഇവിടെ നീ ചക്ക അത് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ വീട്ടിൽ ആന്റി ഫ്രീ ആയിട്ട് തന്നാന്ന്. ആണ്. ആ നല്ല സൂപ്പർ ചക്ക. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ പുഴുക്ക് വെച്ച് കഴിക്കാം. ഞാനേ ചക്ക പുഴുക്ക് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. അയ്യടാ, ഇത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനുള്ള സാധനമൊന്നുമല്ല, എനിക്ക് ബിസിനസ് തുടങ്ങാനുള്ള. ബിസിനസ്? എന്താ ബിസിനസ്? സ്മോൾ സ്കെയിൽ ബിസിനസ്. പപ്പനറിയോ, നമ്മുടെ ഇപ്പൊ കോടീശ്വരന്മാരായിട്ടിരിക്കുന്ന ബിസിനസ്സുകാരില്ലേ, അവരൊക്കെ ഇതേപോലത്തെ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഘോരഘോരമായി ബിസിനസ് ആയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അതല്ല എനിക്കറിയാം. നീ ഇവിടെ പഠിക്കാൻ വന്ന അതാ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതാ? ഞാൻ പഠിക്കാൻ തന്നെ വന്നത്, പക്ഷേ കറക്റ്റായിട്ട് വാടകയൊക്കെ തരണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂന്ന് മനസ്സിലായി. അതിരിക്കട്ട്, ആ ഈ ഒരു ചക്ക വെച്ചിട്ട് നീ എന്തോന്ന് ഉണ്ടാക്കാൻ പോണത്? ചക്ക ജാം. പരിശുദ്ധമായ ചക്കയിൽ നിന്നുണ്ടാക്കിയ ചക്ക ജാം എങ്ങനെ ഉണ്ടാവും? അടിപൊളി. ഈ ഒരു ചക്ക വെച്ചിട്ട് ചക്ക ജാം ബിസിനസ് ചെയ്യാൻ പോകും. ആ അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ഞാൻ ഈ ചക്ക കൊണ്ട് കുറച്ച് സാമ്പിൾസ് ഉണ്ടാക്കും, ജാം. എന്നിട്ട് ഇവിടെ അടുത്തുള്ള ലോക്കൽ കടകളിലൊക്കെ കൊണ്ടു കൊടുക്കും. അവരിത് കഴിക്കുന്നു, എൻ്റെ അടുത്ത് പറയുന്നു കുട്ടി അതിമനോഹരമായിരിക്കുന്നു. അങ്ങനെ ഒരു 100 ബോട്ടിൽസ് ഞാൻ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു, അഡ്വാൻസ് വാങ്ങിക്കുന്നു, വരുന്നു, പൊളിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇതോടുകൂടി നമ്മൾ രക്ഷപ്പെടുന്നു. അങ്ങനെ നമ്മളെ ചക്ക ജാം ഈ ലോകം മുഴുവനും അറിയപ്പെടും. കഴിക്ക് മോനെ, കഴിക്ക്. എനിക്ക് വേണ്ടമ്മേ, എനിക്ക് ചപ്പാത്തിയുടെ കൂടെ മീൻകറി വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് പപ്പൻസ് ജാം മതി. പപ്പൻസ് ജാം, നാവിൽ വെച്ചാൽ നാവ് ഇറങ്ങി പോകുന്ന ടേസ്റ്റ്. പപ്പൻസ് ജാം കഴിക്കൂ, ആരോഗ്യവനായിരിക്കും. പപ്പൻസ് ജാം. Jam chaka zoom chaka varga chaka jam. 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 സ്വാദിഷ്ടം ഈ ജാം, കൊടിയൂറും ചക്ക ജാം. ലച്ചുവിന്റെ ഈ ജാം കഴിക്കൂ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണ്, കൊടിയൂറും ജാമാണടോ. ജാം ചക്ക zoom chaka varga chaka jam. Jam chaka zoom chaka varga chaka jam. Jam chaka zoom chaka varga chaka jam. Jam chaka zoom chaka varga chaka jam. Let's jam. സൂപ്പർ ജാം. എങ്ങനെയുണ്ട് പ്ലാൻ? അടിപൊളി പ്ലാൻ. ഇത് നമ്മളൊരു പൊളി പൊളിക്കും. അല്ല വെട്ടണ്ടേ, വാ. അതെ, വേണേ കുറച്ച് എനിക്ക് തന്നേക്കിട്ടെ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഉണ്ടാക്കാൻ അറിയാമെങ്കിലേ ഇത് ടേസ്റ്റ് ചെയ്യാനും എനിക്കറിയാം കേട്ടോ. തൊട്ടു പോരുത്.
കടല തൊട്ടുപോയാലോ കൊയോട്ട് ഞാൻ. പിന്നെ ഈ പറയണ കേൾക്കാൻ നിൽക്കല്ലേ ഞാൻ. നല്ല മണം. ഈ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചിട്ട് വേണം ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഞാനൊരു കലക്കും. പപ്പാ സംഭവം സെറ്റ് കഴിച്ചോക്കെ. അയ്യോ എന്ത് രസം കാണാൻ. സമ്മതിച്ചതിന് വരിക്കച്ചക്കയുടെ അതേ മണം. സത്യം. ഭഗവാനെ ഒന്ന് മിന്നിച്ചേക്കണേ. ഈ ബിസിനസ് തുടങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നോക്കാണ്ടി വരല്ലേ. എന്താ നോക്ക്. ഞാൻ ഇതിന് കറക്റ്റ് ചേരുവ. അയ്യോ ഈശ്വരാ. പപ്പ കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ഞാൻ കറക്റ്റായിട്ടെല്ലാം ചേർത്ത പപ്പ. എന്താ പപ്പ നമുക്ക് ശരിയാക്കാം. നിന്നെ നോക്കുട്ടിയോ, നിന്നോട് ആരാ പറയെടുത്ത് കഴിക്കാൻ? ഞാൻ പറഞ്ഞല്ലേ കഴിക്കല്ലേന്ന്. ഇവിടെ നോക്കട്ടെ.